ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബ്ലേസ് വൈറ്റി. ഗൈസ്, ഇത് നമ്മളെ കാർ കളക്ഷൻ പാർട്ട് 2 ആണ് ഗൈസ്. ഇനി പാർട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മളൊരു ടൊയോട്ട ക്രൗൺ. ഇത് നമുക്ക് എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായ ക്രൂസ് ഒന്നും കാണാനിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രൂസ് നടിച്ചിരിക്കുന്നത് ഗൈസ്. എനിക്ക് ക്രൂസായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് അടുത്ത കാറിലേക്ക് വരുമ്പോഴാണ് ഗൈസ് സെറ്റ് കാരണം ഗൈസ്. GTR ആണെങ്കിലും കൊണ്ടിടാൻ നല്ല രസമാണ് ഗൈസ്. അതൊരു നമുക്ക് ഇപ്പം നോക്കുമ്പോൾ നമുക്കൊരു വൃത്തിയായിട്ട് എനിക്ക് തോന്നും ഗൈസ്. ഉണ്ടാകും ഗൈസ്, സെറ്റ് ലുക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കാരണം എപ്പോഴും കൊണ്ടുവരുന്ന കാറാണ്. ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നതിനൊക്കെ മുമ്പ് അത് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ M5 ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, വലിയ എടുക്കാറില്ല. പിന്നെ നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുള്ളത് ആരായിരുന്നു ഉപയോഗിക്കുന്നത് എനിക്കറിയാം ഗൈസ്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ്, ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തത് നമ്മളെ ഓൾവേസ് പോൾ വാക്കറിൻ്റെ വണ്ടിയാണ്. എനിക്ക് പോൾ വാക്കറിൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇതിൻ്റെ വണ്ടിയിൽ എടുത്തിട്ടുണ്ട് മാക്സിമം. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഇതൊരു നമ്മളെ RX ഈ കാർ സെറ്റ് കാറാണ്. ഇതെല്ലാവരും ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഗൈസ്. അവന് വേണ്ട, അവൻ്റെ അക്കൗണ്ട് അവനിപ്പോൾ കളി നിർത്താൻ പോയി, ഫ്രീ ഫയർ ഉള്ളതുകൊണ്ട് അവനെനിക്ക് കാറ് തന്നെയാണ് ഗൈസ്. ഇതാണ് നമ്മളെ ഗിവ് അവേ കാർ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാക്സിമം എല്ലാവരും ആ വീഡിയോയ്ക്ക് പോയി കമൻറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഈ മാസം 31-ാം തീയതിയാണ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് എൻ്റെ മിയാറ്റിലാണ് ഗൈസ്. ഇത് സെറ്റ് ലുക്കാണ്, ഒരു ക്യൂട്ടി ലുക്കാണ്, നല്ല ലുസ്സാണ് വീഡിയോയിലൊക്കെ കാണിക്കാനും നല്ല രസമാണ്. ഇത് പിന്നെ മറ്റേ കാറാണെങ്കിൽ ഞാൻ ഇന്നത്തെ പാർട്ട് 1 ഇട്ടാണ്. ഇതൊരു സുബാറുവിൻ്റെ സെറ്റ് വണ്ടിയാണ് വെച്ചിട്ട് പുറക്കും. ഇതിനൊരു ക്യാഷ്വൽ യൂസിനും കൊണ്ടെടുക്കാം. പിന്നെ ഞാൻ താത്തിയിട്ടിരിക്കുന്നത് ഇത് വലിയ ആയിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കത്തില്ല, വല്ലപ്പോഴാ മാസത്തിരിക്കും എന്നാലും നല്ല രസമാണ് ഓടിക്കുക. പിന്നെ നമ്മളൊരു CS, ഇത് ഞാൻ ഗിവ് അവേ എഴുതുന്നതായിരിക്കും ഗൈസ്. ഗിവ് അവേക്കുള്ള വണ്ടിയാണ്. പിന്നെ നമുക്കുള്ളത് ഗൈസ്, ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ തന്നെയാണ്. വെച്ചാൽ കൊണ്ടിടുന്ന വണ്ടിയായിരുന്നു. പിന്നെ മനസ്സിലായപ്പോൾ എനിക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മളെ കിയേൻ്റെ സീറായോ അങ്ങനെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് നമ്മൾ വെള്ളയും ബ്ലൂവും തീമിലാണ് ചെയ്തിരിക്കുന്നത്. മണ്ടയിൽ ബ്ലാക്ക് വന്നിന്, അത് ഞാൻ ചെയ്ത എല്ലാം വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. നോക്കാം ഗൈസ് അത്. പിന്നെ നമ്മളായി സ്പൈനോ എന്ന് പറഞ്ഞാൽ സ്പൈനോസോറസ് ആണ്. അത് ജുറാസിക് വേൾഡ് കണ്ടവർക്ക് അറിയാം. നമ്മൾ അതേപോലെ ഒരു തീമിലാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പല്ല് ആ സിനിമയിൽ ഇത്തിരി ഗ്രീൻ കാണിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ആക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഏതാ ഇത്? കൊറോള നമ്മളൊരു ബ്ലൂവും ബ്ലാക്കും തീമിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ ഐസ്. ഇതും പണ്ടേ എൻ്റെ ഉള്ള വണ്ടിയാണ്, ഞാൻ വലുതായിട്ട് ഉപയോഗിക്കത്തില്ല, അത് എടുത്തിട്ടില്ല, ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ ഇത് നമ്മളെ G ക്ലാസ്. ഇത് എൻ്റെ ഒരു ബ്രദർ തന്നു എനിക്ക്. ഇത് പിന്നെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാറാണ് ചാർജർ. മോനെ സെറ്റ് കാറാണ്. ഞാൻ ഗ്രീൻ ലുക്ക് കൊണ്ടു കിടക്കുന്നതാണ്. ഈ ഇതിന് ചേരും ഗൈസ്. ഇത് പിന്നെ ബെൻസാണ് ഗൈസ്. ബെൻസ് ഇതിന് ഈ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നല്ല ലുക്കുമാണ് കാണാൻ. പിന്നെ അറിയാമല്ലോ നമ്മളെ തീരുമാനമൊരു മച്ചാൻ ഈ കാറാണ്. മച്ചാനെ കണ്ടിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് മച്ചാൻ ഇൻസ്പയർ ചെയ്യുന്നതാണ് ഞാൻ ഈ കാർ ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളെ ആശുസിൽ പോളുമാണ് പകുതി വർക്ക് പണിയുണ്ട്, കിടക്കുവാണ്. ഫ്രണ്ട് ബമ്പറ് നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട്, ബാക്ക് കഴിഞ്ഞിട്ടുണ്ട്, റൂഫ് നമ്മൾ സ്പോയിലറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഏതാ അതൊന്നും വർക്ക് ചെയ്യാത്ത കാറെല്ലാം നമ്മൾ കാണിക്കുന്നില്ല. ഇത് നമുക്കറിയാമല്ലോ X7 ആണ്. ഇത് പിന്നെ ഇത് ഫോർഡിൻ്റെ ഏതൊരു കാറൊന്നും. ഇത് പിന്നെ നമ്മളെ വെന്യൂ ആണ്, നമ്മളെ വെന്യൂ എൻലൈനാണ്. ഞാൻ പിന്നെ അതേപോലത്തെ ടീമിൽ ചെയ്തതാണ്. പിന്നെ ഇത് പജേറോ ആണ് പജേറോ. നമ്മളെ ക്യാമറോ വരുന്നുണ്ട്, കമേരിയോ, പിന്നെ എൻ്റെ പേര് ഗൈസ് എനിക്ക് അറിഞ്ഞുള്ള വലിയ മോഡിഫിക്കേഷൻ ചെയ്യാത്തൊരു കാർ ഞാൻ കാണിച്ചതിൽ. ഇത് ക്ലീൻ സ്പെക്ക് കൊണ്ട് കിടക്കുന്ന ഒരു കാറാണ്. ഞാൻ എപ്പോഴും ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാം. പിന്നെ പുതിയ M2 ഉണ്ട്, അതായത് ഞാൻ മോസ്റ്റ് വീഡിയോയിലും കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് നമ്മളെ ക്യാമറയാണ് ലാസ്റ്റ് അപ്ഡേറ്റിൽ. ഇത് ഞാൻ ഓടിയാതൊന്നും വലിയ ചെയ്തിട്ട്. പിന്നെ ഇത് മണി ഹിസ്റ്റിൻ്റെ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അല്ല, ഹാർമഡ് ഹിസ്റ്റ് മാറിപ്പോയി ഗൈസ്. ഈ ഫ്രണ്ട് ഇത് മാത്രമേ വേറെ ഒരു ഡീറ്റെയിലിൻ്റെ അത് കൊടുത്തിട്ടില്ല.
പിന്നെ നമുക്കൊരു മസ്താങ്, അതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം, ഈ കാറ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. വെയിറ്റ് ചെയ്ത് ലാഗൊന്ന് മാറട്ടെ. നമുക്ക് അറിയാവുന്ന കാറാണ്, നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഹിറ്റായ കാറ്. ഫ്ലൈയിങ് സ്ക്വാഡിലാണ് ഗൈസ്. കണ്ടാ ഗൈസ്, നമ്മളങ്ങ് ഇറക്കി ഒന്നും നോക്കിയില്ല, കുറച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നാലും വണ്ടി കയ്യിൽ കിട്ടി. സെറ്റ് ലുക്കിൽ നമ്മളങ്ങ് ഇറക്കി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ പേരും കൊടുത്തിട്ടുണ്ട്, പവേർഡ് ബൈ ഫ്ലൈയിങ് സ്ക്വാഡിൽ നിന്നും. പിന്നെ പോർഷ, അതൊന്നും വലിയ വർക്കൊന്നും ചെയ്യത്തില്ല. പിന്നെ ഇതൊരു അടുത്ത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് വരുന്നതായിരിക്കും. സീരീസ് അറിയാമല്ലോ, അതിൽ വരുന്നൊരു കാറായിരിക്കും. അതായത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അബാൻഡൻ ആയിട്ടുള്ള റേഞ്ച് റോവറാണ്, അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കാറ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ പവർ ഞാൻ ഒന്നും ചെയ്യില്ല, ചുമ്മാ ഗെയിമിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുന്ന കാറാണ്. തെറിക്ക് ഞാൻ ഇതിന് വേണ്ടി ഒരു വീഡിയോ തന്നെ ഇടാം ഗൈസ്. പിന്നെ നമുക്കറിയാം M3, മറ്റേ ഇപ്പോൾ നല്ല അടിരടീൻ്റെ മൂവിയിലുള്ള കാറ്. പിന്നെ നമ്മളാ ബെൻസ് സെറ്റ് കാറാണ്. ലക്ഷറി മാഫിയ എന്നൊക്കെ പറഞ്ഞ ഇതുമാണ് എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു നോർമൽ ബെൻസാണ്. ഇതൊന്നും ഞാൻ ചുമ്മാ പണിതിട്ടിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ ഇരുന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് വരുന്നതാണ് ഗൈസ്, നമുക്കറിയാം നമ്മളെ റൊണാൾഡോൻ്റെ പോർഷെ ഉണ്ടാ. വേൾഡ് കപ്പിന് വേണ്ടി പ്രത്യേകം ഞാൻ 100 കോയിൻസ് ആ ഫ്ലാഗിന് പൊട്ടിച്ചങ്ങ് എടുത്ത് നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് വരുന്ന ഇത് മസ്താങ്കാണ് ഗൈസ്, ഒന്നും ചെയ്തിട്ടില്ല, നോർമൽ ലുക്കാണ്. നമ്മളെ മലബാറിൻ്റെ ഒരു ടീമിലാണെന്ന് തോന്നുന്നു. അല്ല, മലബാറി അല്ലേ, സോറി മാറിപ്പോയി. നമ്മൾ സ്മോക്കി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് ഈ കാറ്. പിന്നെ നമുക്ക് ലാൻഡ് ക്രൂസർ ഒന്നും വലിയ വർക്കൊന്നും ചെയ്യില്ല, എന്നാലും ഒന്ന് കാണിച്ചേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാറാണ്. ഒരു ബ്ലാക്ക് തീം, എനിക്ക് ഇതിൻ്റെ ഒരു ഡൈക്രാസ്റ്റ് ഉണ്ട്, അതിൻ്റെ തീമിനാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളോ ഇത് ക്ലീൻ സ്പെക്കാണ് ഗൈസ്, ഇഷ്ടം ക്ലീൻ സ്പെക്ക് ഉണ്ടോ, ക്ലീൻ നൈസ് സ്പെക്കാണ്. വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ലുക്ക് കിട്ടും. പിന്നെ M6 പണ്ടത്തെ പോർഷെ. പിന്നെ ഇത് മറ്റേ പോർഷെ 911 GT3 RS ഉണ്ട് ഗൈസ് നമ്മളതിൽ. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു ഗ്രേ കളർ അടിച്ചിട്ടിരിക്കുക. കുറേ കാറുണ്ട് ചോദിച്ചു, ഇന്നൊന്നും തീരത്തില്ല ഈ വീഡിയോ. ഇതായിരിക്കും ലെങ്തി വീഡിയോസ്. ഇത് പിന്നെ ഒരു നോർമൽ പോർഷെ, ഇത് പിന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്ന പോർഷെ. പിന്നെ അങ്ങോട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. ഈ ബസ്സിൻ്റെ പണി ആദ്യം ഒരു ബസ് ചെയ്തതാണ്, പിന്നെ അത് ക്യാൻസലാക്കി ഈ ബസ്സിലോട്ട് പുതിയൊരു പണിയായിട്ട് ഞാൻ കൊമ്മൻ്റെ പണിയായിട്ടാണ് ആ സൈഡിലൊന്നും നോക്കേണ്ടത്. പണി കിടക്കുന്ന ബസ്സാണ്, കൊമ്മൻ്റെ ഐഡിയ ആയിട്ട് ഇനി സ്വന്തമായിട്ടൊരു ബസ് പണി തിറക്കും. പിന്നെ നമ്മളെ തോറ് നമ്മളെ ക്യാമ്പറിലാണ് ഞാൻ അടിച്ചിട്ടിരിക്കുന്നത്. എല്ലാവരും ഇനി കമൻറ്റ് ചെയ്ത് മാറ്റിയിട്ട് നോർമൽ കളറിലോട്ട് ആക്കണോ അതോ ഈ കളർ ആക്കണോ എന്ന് നിങ്ങൾ ഈ സെയിം ഇതിലിടണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതും ഒന്നും ചെയ്തിട്ടൊരു കാറാണ്, അതൊന്നും ചെയ്തിട്ടില്ല. ഈ കാർ നല്ല നൈസ് കാറാണ്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇതെടുത്തുകൊണ്ട് പോയാൽ പറപ്പിക്കാം. ഇത് ഭയങ്കര സ്പീഡാണ് കഴിച്ചത്, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മളെ സൂപ്ര MK5 ഇതിൻ്റെ ബോണത്തിന് ഞാൻ കോന്ത്രാണം ചെയ്തതാണ്. GT അല്ല, CPM2. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തരുന്നതായിരിക്കാം. പിന്നെ നമ്മളെ M4 ആണ് വരുന്നത്, ഒരു പർപ്പിൾ തീമിൽ നല്ല ലുക്ക് ഉണ്ടാണ്. പിന്നെ നമ്മളെ M2 ഇതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് എടുത്തു ഈ ഒരു വീല് അടിയുന്നു, അത് മാത്രമേ ചെയ്തിട്ടുണ്ട്. വീല് കൊള്ളത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതാണ്. പിന്നെ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, വീഡിയോ പണി പിറകിലായിപ്പോയി. വീഡിയോ പണീൻ്റെ നമ്മളൊക്കെ CPM വീഡിയോ പണി നിങ്ങൾ ആ പാട്ട് കണ്ടിട്ട് വരിക. ഇത് നമ്മളെ BMW, ഇത് പിന്നെ നമ്മളെ M5. ഇത് ഒരു സെറ്റ് പർപ്പിൾ കളർ കൊണ്ടുവരുന്ന നല്ല ലുക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മളെ M5 ആണ്. വേറെ ഗെയിമിലാകായതാണ് പേര്. നമ്മളെ M5 കിടപ്പോയിക്കാണ്. നമ്മൾ പേരൊന്നും ഇതുവരെയായിട്ടും അടിച്ചിട്ടില്ല. ഏകദേശം ലോകം ലാഗാണ് ഗൈസ്, അതൊന്നും എൻ്റെ പ്രശ്നമല്ല, അതൊക്കെ അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നമ്മളെ M Gen 6 ഒരു കാറാണ് ഗൈസ്,
എല്ലാവരും എൻ്റെ അടുത്തൊന്നും ചോദിക്കും, പണ്ട് ഇത് ഹിറ്റായിരുന്നു, ഇപ്പം ആർക്കൊന്നും ഇത് വേണ്ട. ഒരു ചില ആൾക്കാർക്കൊക്കെ വേണമെന്ന് പറയും. പിന്നെ ഇത് നമ്മളെ ഡ്രാക്കുളയെന്നാണ് പേരിട്ടിരിക്കുന്നത്, പക്ഷേ മാറ്റിയിടുമല്ല, പുലിമുരുകൻ എന്നും വല്ല ഇടണമെന്നാണ് താല്പര്യം. മാറ്റണം. അപ്പം ഇതൊന്നും ഞാൻ എടുത്തിട്ട് പോലും ഇല്ല കുറേ നാളായിട്ട്. പിന്നെ നമ്മൾ ഡിഫൻഡർ, എൻ്റെ ഒരു ഡൈകാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ, അതിൻ്റെ ടീമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഐറ്റൊക്കെ കയറ്റി, ആ വീൽസൊക്കെ കയറ്റി. അത് ഞാൻ എൻ്റെ ഡൈകാസ്റ്റിൻ്റെ വീഡിയോ ഇടാൻ നോക്കാം, പക്ഷേ നോക്കുകയാണെങ്കിൽ ഇടാൻ പറ്റുമെന്നെങ്കിൽ ഇടുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മളെ ഇതുണ്ട്, നമ്മളെ ലാൻഡ് ക്രൂയിസർ. പിന്നെ നമ്മൾ ഇത് വരുന്നുണ്ട് ഗൈസ്, ഹിലക്സ്, അതിൽ ഹൈലക്സ്. അതൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് കുറേ നേരം ഇരുന്ന് പണിത വണ്ടിയാണ് ഗൈസ്, നമ്മുടെ ഫോർഡ് റാഫ്റ്റർ. സെറ്റ് കാറല്ലേ ഗൈസ്. പിന്നെ നമ്മളിത് ഏതാ, റാമിൻ്റെ ഡോഡ്ജ് ഏതൊരു കാറാണ്. പിന്നൊരു ഇത് വരുന്നുണ്ട്, പിന്നൊരു ഇതും വരുന്നുണ്ട് ഗൈസ്, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മളൊരു ബെൻസ്, പിന്നെ ഒരു ഔഡി. ഇത് സെറ്റ് ലുക്കാണ്, R8 പൊളിയാണ്. ഇതൊന്നും ഒരു വർക്കൊന്നും ചെയ്തു. പിന്നെ ഗോകുവിൻ്റെ തീം എടുത്ത വണ്ടിയാണ്, ഗോകുവിൻ്റെ തീം. സെറ്റ് കാറല്ലേ. പിന്നെ നമുക്കൊരു ഇത് വരുന്നുണ്ട്. ഇത് നല്ലൊരു കാറാണ്, ഈ സെറ്റ് ലുക്കാണ്. SRT ഹെലിക്കാറ്റിൻ്റെ ഡീമനിൽ നിന്ന് അങ്ങനൊരു സാധനം. പിന്നെ നമ്മളെ വൈപ്പറിന് ഞാൻ ആ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ നമ്മുടെ വൈപ്പറിൻ്റെ സ്റ്റിക്കർ, പാമ്പിൻ്റെ. പിന്നെ നമ്മളെ ഗോഡ്സില ആസ് യൂഷ്വൽ. ഈ സെറ്റ് കാറാണ് ഗൈസ്, അവൻ്റെ പൊളിയാണ് ഗൈസ്, പറക്കാം. പിന്നെ നമ്മളെ പോർച്ച GT3 RS, ഇതും വർക്ക് പെൻഡിങ് ആണ്. ഒരു വണ്ടി എനിക്ക് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഞാൻ വർക്ക് ഒരു വർക്കും ചെയ്യാത്ത, ഒരു വീൽ ആഡ് ചെയ്യുന്നു, കുറച്ച് സ്പോയിലറും ബമ്പറും കിറ്റൊക്കെ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മളിത് ഏതാ ഗൈസ്, ഇതെനിക്കൊരു മറ്റേ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്. പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഇല്ലാത്ത സമയത്ത് ചുമ്മാ ഒരു മച്ചാൻ വന്ന് ഗിഫ്റ്റ് ചെയ്യുന്ന ഇത് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കളറുമാണ്. പിന്നെ ഇത് ഏതാ ഗൈസ്, കാറ്, ഫെറാറി. അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ബെൻസ്, അതൊന്നും ഒരു വർക്കും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ പോണത്. ഈ ബെൻസിൻ്റെ പൊന്നോ ലുക്ക് നിങ്ങൾ കാണുമ്പം മനസ്സിലാവും. ആ ലുക്ക് നോക്കുക, ബോഡി ഷേപ്പിൻ്റെ ആ ലുക്ക് നോക്കുക, സെറ്റല്ലേ, ഒരു അഗ്രസീവ് ലുക്ക്. പിന്നെ നമ്മൾ ആ G-Class വരുന്നുണ്ട് ആസ് യൂഷ്വൽ. G-Class മോനെ, ഇതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇടും, പക്ഷേ ആ വീഡിയോയ്ക്ക് ഞാൻ മിക്കവാറും ഇന്ന് ഇടും. ചിലപ്പം ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇടും, കാരണം വീഡിയോ തന്നെ ഡിലീറ്റ് ആയി പോകണം ഗൈസ് ഡിവൈസിൽ നിന്ന്. മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോ, ഒരു വീഡിയോ എടുത്ത ഗൈസ്, ഈ G-Class വെച്ചിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിറ്റേ ദിവസത്തേക്ക് ഇടാൻ വെച്ചിരുന്ന വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഇത് മെക്ലാറൻ P1 അല്ല 720S, പിന്നെ F40 GT3, പിന്നെ ബുഗാട്ടി, റൊണാൾഡോൻ്റെ സൈനുള്ള ബുഗാട്ടിയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൊണാൾഡോൻ്റെ സൈനുള്ള ബുഗാട്ടിയാണ്. റിയൽസ് റൊണാൾഡോൻ്റെ ഒന്നും അല്ല, ഗെയിം നമ്മൾ തന്നെ പണിതാക്കി. പിന്നെ നമ്മളെ സെന വരുന്നുണ്ട്, മെക്ലാറൻ സെന, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ നമ്മളെ AMG, പിന്നെ കോണിസെക്സ് ജെസ്കോ. ഈ എല്ലാ കാരൻ്റെ പേരൊക്കെ അറിയാം, ചില കാറിൻ്റെ പേരൊന്നും എനിക്ക് അറിയാം. പിന്നെ പഗാനി സോണ്ട. പിന്നെ ഇത് ഏതൊരു പോർഷൻ്റെ കാറാണ്, ഈ പോർഷൻ്റെ F1. ഇത് ഏതാണ് ഗൈസ്, ഇതോ ബിൽഡ് കാറാണ്. പിന്നെ നമ്മളെ റേഞ്ച് റോവർ വോഗ്. പിന്നെ ഏതൊരു റാമിൻ്റെ കാറ്. പിന്നെ നമ്മൾ ഒരു ബെൻസാണ്. ഇത് നല്ല രസമുള്ള ബെൻസാണ്, ഗെയിമാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവൻ്റെ ഞാൻ അതിശയിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.